നഗരത്തിന്റെ കാപട്യങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറിയ ഒരു കൊച്ചു നാട്ടിൻപുറം. കുറച്ചു നിഷ്കളങ്കരായ മനുഷ്യരെയും അവരുടെ സ്വപ്നങ്ങളെയും മോഹങ്ങളെയും കൊണ്ട് സമൃദ്ധമായ ഈ ഗ്രാമത്തിൽ തന്നെയാണ് രാമു സദാശിവന്റെ വീട്. അച്ഛാ, അമ്മേ, ഈ വർഷം ഫസ്റ്റ് റാങ്ക് എനിക്കാ അച്ഛാ. നിന്നെ പഠിപ്പിച്ചൊരു വലിയ എഞ്ചിനീയർ ആക്കുന്ന നിന്റെ അച്ഛന്റെ ആഗ്രഹം. ഇപ്പോൾ നീ 12ാം ക്ലാസ്സിലാ. നല്ലപോലെ പഠിക്കണം. നീയാണ് നമ്മുടെ പ്രതീക്ഷ. എത്ര കഷ്ടപ്പെട്ടെങ്കിലും നിന്നെങ്കിൽ പഠിപ്പിക്കും. ഒരു വർഷത്തിനു ശേഷം വളരെയധികം ഉത്കണ്ഠയോടെ രാമു കാത്തിരുന്ന എൻട്രൻസ് റിസൾട്ട് വരുന്ന ആ ദിവസം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കി രാമുവും കുടുംബവും രാവിലെ മുതൽ പത്രത്തിനായി കാത്തിരിക്കുകയാണ്. അച്ഛാ, അച്ഛാ, എന്റെ പേര് സെലക്ഷൻ ലിസ്റ്റിലുണ്ട്. എടി രാധേ, നമ്മുടെ മോൻ സെലക്ട് ആയി. അഡ്മിഷൻ കിട്ടുമോടാ മോനെ? ആ, കിട്ടും. അങ്ങനെ പ്രതീക്ഷകളുമായി രാമു കോളേജിലെത്തി. രാമു അല്ലേ? അതെ. എന്റെ പേര് ടോണി. നമ്മൾ രണ്ടുപേരും ഒരേ റൂമിലാ. ഇതാണ് എന്റെ കൂട്ടുകാരൻ അലക്സ്. നമ്മൾ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് രാത്രി രാമുവിന്റെ മുറി. ആരാ? തുറക്കടാ, അലക്സാ. ആ, അലക്സേ, വിജയ. ഇവൻ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിയടാ. നമ്മള് ജീവിച്ചു പോട്ടെ. നിങ്ങൾ സിഗരറ്റ് വലിച്ചു? പിന്നല്ലാതെ. നീ ഒരെണ്ണം എടുത്തോടാ. വേണ്ട, ഞാൻ വലിച്ചിട്ടില്ല. ഇങ്ങനെയല്ലേടാ എല്ലാരും തുടങ്ങുന്നേ. വേണ്ട, വലിക്കടാ. വേണ്ട. ആ, വേണ്ടെങ്കി വേണ്ട. നമ്മുടെ രാമുനാ ഫസ്റ്റ് റാങ്ക്. അന്ന് രാത്രി രാമുവിന്റെ മുറി. വേണ്ട, നീ ഒരെണ്ണം എടുത്തോടാ. നല്ല രസാ. വേണോ? ആദ്യമായത് കൊണ്ട ആണായ സിഗരറ്റ് വലിക്കും. അങ്ങനെ രാമു താമസിയാതെ പൂർണ്ണമായി പുകവലിക്ക് അടിമപ്പെട്ടു. അവന്റെ കയ്യിൽ സിഗരറ്റ് ഒഴിഞ്ഞ അവസരങ്ങൾ ചുരുക്കമായി. പോസ്റ്റ്. സദാശിവനുണ്ടോ? ഉണ്ട്, വിളിക്കാം. സദാശിവനാണോ? ഒരു കത്തുണ്ട്. സ്മിത, ചേട്ടന്റെ കത്താന്ന് തോന്നുന്നു. അമ്മേ, അമ്മേ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും സ്മിതയും അറിയുന്നതിന് എനിക്ക് സുഖമാണ്. പഠിത്തമൊക്കെ നല്ലപോലെ നടന്നു. എനിക്കായിരുന്നു ആദ്യ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക്. പിന്നെ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങാനുണ്ട്. അച്ഛനോട് ഒരു 500 രൂപ അയച്ചു തരാൻ പറയണം.
അവിടെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇപ്പൊ ഇവിടുന്ന നമ്മുടെ കയ്യിൽ 500 രൂപ. ഇനി അടുത്ത ആഴ്ചയെ പണിയുള്ളൂ. അത് കുഴപ്പമില്ല, നിങ്ങൾ ഇത് പണയം വെച്ച് അവന് പണം അയക്കും. അമ്മേ, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാ അമ്മേ. ഇത്രയേ ഉള്ളൂ മോളെ, ഇനി അരി ബാക്കിയില്ല. നാളെ നിനക്ക് ഉച്ചഭക്ഷണത്തിന് കൊണ്ടുപോകാൻ പോലും ഇവിടെ ഒന്നുമില്ല. അമ്മേ, നാളെയാണ് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇനി മുതൽ നീ ക്ലാസ്സിന് പോകണ്ട. നിന്റെ ചേട്ടന്റെ ഫീസിന് പോലും കാശ് തികയുന്നില്ല. പിന്നെയാ നിനക്കും കൂടെ. രാമാണോ? അതെ. ഒരു മണി ഓർഡർ ഉണ്ട്. ഇവിടെ ഒപ്പിടണം. ആ രാമു, നീ എങ്ങോട്ടാടാ? പൈസ കിട്ടിയടാ, സിഗരറ്റ് വാങ്ങിച്ചിട്ട് വരാം. ആ ശരി, എനിക്കും കൂടെ ഒരെണ്ണം വാങ്ങിക്കണേ. രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ. ഈ പുഴക്കാരനോട് ഇരിക്കാൻ വയ്യ. അവസാന വർഷ പരീക്ഷയ്ക്ക് മുൻപുള്ള ഒഴിവുകാലം. എല്ലായിടത്തും പഠിത്തം തകൃതിയായി നടക്കുകയാണ്. രാമു ഇതുവരെ വന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുമെന്നൊക്കെ കരുതിയത്. ഇതുവരെ മെക്കാനിക്സ് പഠിച്ചു തുടങ്ങിയിട്ടില്ല. രാമൻ കൂടെ വന്റെ വിനം തുടങ്ങാം. ഞാനേ ഹോസ്റ്റലിൽ പോയി നോക്കിയിട്ട് വരാം. രാമു, നീ പഠിക്കാൻ വരാത്ത എന്താടാ? നല്ല ശ്വാസം മുള്ളും ചുമയുണ്ടടാ. നീ എണീറ്റ് വേടാ, നമുക്ക് പോവാം. വാ. വേണ്ട വയ്യ, ശ്വാസം മുള്ളും ചുമയാ. ഒരു ഡോക്ടറെ കാണണം. വേണ്ടടാ. നിന്റെ പുകവലി നിർത്തിയാ മതി, എല്ലാം ശരിയാവും. ശ്രമിക്കുന്നുണ്ടാ, പക്ഷെ പറ്റുന്നില്ല. എടാ, മനസ്സിലൊരു ദൃഢനിശ്ചയം എടുത്താൽ മതി. എടാ എല്ലാം ശരിയാവും. വർഷങ്ങൾക്കു ശേഷം ഇന്ന് രാമുവിന് നല്ലൊരു ജോലിയുണ്ട്. സാമാന്യം നല്ല വരുമാനവുമുണ്ട്. എന്നാൽ പുകവലിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും അവൻ ഇന്നും മുക്തനായിട്ടില്ല. ഇതെന്തൊരു ചുമയും ശ്വാസം മുട്ടൽ. വാ, നമുക്ക് പോയി ഒരു ഡോക്ടറെ കാണിക്കാം. പിന്നെ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അല്ലേ ഡോക്ടറെ കാണുന്നത്. പിന്നെ അതിനേ സമയം കാണുള്ളൂ. ഹലോ, ശരി, കൊടുക്കാം. എനിക്കാണോ? ഹലോ, ആരാ? ഹലോ അലക്സേ, പറയടാ, കുറെ നാളായല്ലോ. എങ്ങനെയൊക്കെ ഉണ്ട്? എന്തു പറ്റി? നേരത്തെ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. എന്തുവായിരുന്നു കാരണം? എന്തു പറ്റി? എന്റെ ഒരു പഴയ സുഹൃത്ത് ടോണി മരിച്ചു. ലങ് ക്യാൻസർ ആയിരുന്നു. ലങ് ക്യാൻസറോ? ഈയിടെ അതിനത്ര അറിഞ്ഞത്. പുകവലി കാരണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട് ഈ പുകവലിയൊന്നും നിർത്താൻ. വാ, നമുക്ക് പോയി ഡോക്ടറെ കാണാം. ആ ശരി.